ലോകം ഇന്ന് വലിയ യുദ്ധഭീതിയിലാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഏഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലെയും രാഷ്ട്രീയ ഭൂപടങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിലെ ഇടതുപക്ഷത്തിന് ഇത് വലിയ മൈലേജ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതെ, യൂറോപ്പിൽ ഇടതുപക്ഷം കരുത്താർജിക്കുന്നു. തോട്ട്സ് ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇറാൻ വിഷയത്തിൽ യൂറോപ്പിലെ ഇടതുപക്ഷങ്ങൾക്ക് ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത്? യൂറോപ്പിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ മറ്റൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിൽ നിന്നും യൂറോപ്പ് ഇതുവരെയും മോചിതരായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തുന്നത് യൂറോപ്പിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ബ്രിട്ടനിലെ ജെർമി കോബിനെ പോലുള്ള നേതാക്കളും ഫ്രാൻസിലെ ജീൻ ലൂക്ക് മെൽഷോണിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സഖ്യവും യുദ്ധത്തിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. യുദ്ധം സാധാരണക്കാരന്റെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുമെന്ന ഇവരുടെ വാദം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുന്നുണ്ട്. മറ്റൊരു പ്രധാന ഘടകം അഭയാർത്ഥി പ്രശ്നമാണ്. ഇറാനിലെ യുദ്ധം തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയൊരു അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിലേക്കുണ്ടാകും. യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ പാർട്ടികൾ ഇതൊരു ഭീഷണിയായി കാണുമ്പോൾ ഇടതുപക്ഷം യുദ്ധം പൂർണ്ണമായി ഒഴിവാക്കി തങ്ങളുടെ നാടിനെ സംരക്ഷിക്കണം, സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അമേരിക്കയുടെ വലതുപക്ഷ വിദേശ നയത്തെ പൂർണ്ണമായി അന്ധമായി പിന്തുണയ്ക്കുന്ന വലതുപക്ഷ പാർട്ടികൾ തങ്ങളുടെ നാടിനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന സന്ദേശം ഇടതുപക്ഷം അവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇത് യൂറോപ്പിലെ മധ്യവർഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. ഇറാൻ സംഘർഷം എണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമാകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള ഊർജ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇതിനോടകം പണപ്പെരുപ്പം നേരിടുന്ന യൂറോപ്പിൽ കോർപ്പറേറ്റ് ലാഭത്തെക്കാൾ ഉപരി സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് പണം എത്തിക്കുന്ന ഇടതുപക്ഷ ആശയങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിച്ചു വരുന്നുണ്ട്. യുദ്ധത്തിന് ചെലവഴിക്കുന്ന പണം സാധാരണക്കാരന്റെ ക്ഷേമത്തിനും സാമ്പത്തിക ഉയർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കണമെന്ന ഇടതുപക്ഷ ആശയം സാധാരണക്കാരായ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വീകാര്യത കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും യൂറോപ്പിലെ രാഷ്ട്രീയ ബോധ്യങ്ങളെയാണ് മാറ്റിമറിക്കുന്നത്. യുദ്ധക്കൊതിക്കെതിരെ ഇടതുപക്ഷം സമാധാനത്തിന്റെ അടയാളമായി മാറുകയാണ്. ഇറാൻ വിഷയം വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല, യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന ഒരു ഘടകമായി മാറിയിരിക്കുന്നു.